ഹായ്. നമ്മൾ ഇന്ന് പുതിയൊരു സബ്ജക്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. മൊബൈൽ കമ്പ്യൂട്ടിംഗ്. MCS 231 ആണ് അതിന്റെ പേപ്പർ കോഡ് വരുന്നത്. എന്താണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്? നമ്മൾ ഈ ഈ ഒരു മോഡേൺ എറയിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് മൊബൈൽ ഫോൺസ്, ടാബ്ലറ്റ്സ്, ലാപ്ടോപ്സ്, സ്മാർട്ട് വാച്ചസ് ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അല്ലേ? ഈ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മൊബൈൽ ഫോൺസ് എന്ന് മാത്രമല്ല ഈ മൊബൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റിനെയും നമ്മൾ മൊബൈൽ എന്നാണ് പറയുന്നത്. അല്ലെ? ഈ മൊബൈൽ എന്നുള്ളതിന്റെ വേർഡ് മീനിങ് തന്നെ എന്താണ്? മൂവബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ മൊബൈൽ എന്ന് പറയുന്നത്. നിങ്ങൾ മൊബിലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എബിലിറ്റി ടു മൂവ്. മൂവ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെ? അപ്പൊ ഈ ഒരു മൂവബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റില് എങ്ങനെ നെറ്റ്വർക്ക് കിട്ടുന്നു, എങ്ങനെ അതിൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള സബ്ജക്ട് വെച്ച് നോക്കുമ്പോൾ കമ്പാരറ്റീവ്ലി ഇതെന്താണ്, കുറച്ചും കൂടെ സിമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം മോഡേൺ ടെക്നോളജീസ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. കുറെ വേർഡ്സും കാര്യങ്ങളും നമുക്ക് തന്നെ ഫെമിലിയർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പൊ നമ്മൾ വയേർഡ് ഫോൺസ് അല്ല യൂസ് ചെയ്യുന്നത്, അല്ലെ? ടെലിഫോൺസ് ഒക്കെ മാറി ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ഞാൻ ദുബായിലുള്ള ഒരാളെ കോൾ ചെയ്യാണ്. കോൾ ചെയ്യുന്ന സമയത്ത് കോള് എന്താണ്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി. നമ്മൾ സംസാരിക്കുന്നത് അവിടെ എത്തുന്നു, അവർ സംസാരിക്കുന്നത് തിരിച്ച് നമ്മൾ കേൾക്കുന്നു. ഈ ഒരു സെക്യൂർ ആയിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ എങ്ങനെ നടക്കുന്നു, എന്താണ് ഇതിന് പിന്നിലുള്ള ടെക്നോളജീസ്, അങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, പക്ഷെ നമുക്ക് എന്താണ് അതിന്റെ പുറകിലുള്ള ടെക്നോളജി എന്ന് അറിയാത്ത കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. ഓക്കെ, ഇതിൽ കംപ്ലീറ്റ് നമുക്ക് 16 യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റ് ഈ ഒരു സെഷനിലുള്ളത്. കംപ്ലീറ്റ് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് 16 യൂണിറ്റ്സ് ആണ്. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കണം, എന്താണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പം ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ എറയിലാണ്, അല്ലെ? അപ്പൊ ഈ ഒരു ഡിജിറ്റൽ വേൾഡില് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിനെ പറ്റി ഒരു ബേസിക് ഐഡിയ വേണ്ടേ? പോരാത്തിന് നമ്മൾ എന്താണ്, ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, ബേസിക് നോളജ് ഇതിനെപ്പറ്റി വേണം, അല്ലെ? ഇപ്പൊ ഈ വയേർഡ് അല്ലാത്ത ഈ ഒരു ഡിവൈസസ്, മൊബൈൽ പോലത്തെ ഡിവൈസസിൽ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നു, ഡാറ്റ എങ്ങനെ സെക്യൂർ ആയിട്ട് ട്രാൻസ്ഫർ ആവുന്നു, ഇത്തരം കാര്യങ്ങളാണ് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. അതേപോലെ നമുക്ക് ടെലി കമ്മ്യൂണിക്കേഷൻസ് എന്താണ്, നെറ്റ്വർക്കിംഗ് എന്താണ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിനെ പറ്റിയൊക്കെയുള്ള ഒരു ഇൻ ഡെപ്ത് ആയിട്ടുള്ള നോളജ് നമുക്ക് എന്താണ്, ഈ ഒരു സബ്ജക്റ്റ് നിന്ന് കിട്ടും. അതേപോലെ ഫ്യൂച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന IoT 5G നെറ്റ്വർക്ക്സ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ, അപ്പൊ ഇതിന്റെയൊക്കെ ഏറ്റവും ബേസിക്സ് മുതൽ നമ്മൾ എന്താണ് ഈ ഒരു സബ്ജക്റ്റിൽ പഠിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഫസ്റ്റ് യൂണിറ്റ്. എന്താണ് മൊബൈൽ കമ്പ്യൂട്ടിങ്, മൊബൈൽ കമ്പ്യൂട്ടിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്താണ്, മൾട്ടിപ്ലെക്സിംഗ് എന്താണ്, ഗ്ലോബൽ സിസ്റ്റം ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ GSM എന്താണ്, GPRS, അതേപോലെ നമുക്ക് ടു 2G വേർഷൻ ഉണ്ട്, 2.5G വേർഷൻ ഉണ്ട്, 3G 4G 5Gയിലല്ലേ നമ്മളുള്ളത്. അപ്പൊ ഈ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്, അപ്പൊ ഈ ഓരോ ജനറേഷനിലും എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളെ ടെക്നോളജിയിൽ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിന്റെ ആർക്കിടെക്ചറെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ആർക്കിടെക്ചർ ഉണ്ടാവില്ലേ? ആ ഒരു ആർക്കിടെക്ചർ എന്താണ് മൊബൈൽ IP, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, ക്ലയന്റ് സെർവർ കമ്പ്യൂട്ടിംഗ് യൂസിങ് മൊബൈൽസ് എന്താണ്, അങ്ങനെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന നോവൽ ആപ്ലിക്കേഷൻ ഓഫ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു മൊബൈൽ കമ്പ്യൂട്ടിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്ര ഡീറ്റെയിൽസ് ആണ് നമ്മൾ യൂണിറ്റ് 2 പഠിക്കുന്നത്. ഓക്കെ, ദെൻ യൂണിറ്റ് 3 മൊബൈൽ ക്ലയന്റ് ഡിവൈസ് ആൻഡ് പെർവസീവ് കമ്പ്യൂട്ടിംഗ്. എങ്ങനെയാണ് മൊബൈൽ ക്ലയന്റ് ഡിവൈസസ്, അതിലെ സ്പീച്ച് റെക്കഗ്നേഷൻ സിസ്റ്റം. ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ നമുക്കിപ്പോ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്താണോ വേണ്ടത് അത് ജസ്റ്റ് എന്താണ്, നമുക്കൊരു വോയിസ് കൊടുത്താൽ മതി.
ഓക്കെ. അതേപോലെ മെസ്സേജ് സിസ്റ്റം, അതേപോലെ കംപ്ലീറ്റ് ഇപ്പൊ എന്താണ് ഓട്ടോമാറ്റിക് ആണ്. ഈ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന്റെ പിന്നിലുള്ള ടെക്നോളജീസ് കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 3 പഠിക്കുന്നത്. ദെൻ 4 GSM ആൻഡ് GPRS. ഓക്കെ. എന്താണ് GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ സിസ്റ്റം ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിന്റെ കാര്യങ്ങള്, അതേപോലെ ജനറൽ പോക്കറ്റ് റേഡിയോ സർവീസസ് ആണ് GPRS. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ്, അതെങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് കാര്യങ്ങള്, GSM VS GPS, ആ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 4 പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 5 വരുമ്പോൾ 4G 5G നെറ്റ്വർക്കും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു യൂണിറ്റ് 5 ചാപ്റ്റർ വരുന്നത്. കംപ്ലീറ്റ് എന്താണ് 4G നമ്മളിപ്പോ കറന്റ്ലി നമ്മൾ 5G നെറ്റ്വർക്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 4G 5G യുഗത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് യൂണിറ്റ് 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ യൂണിറ്റ് 6 മൊബൈൽ IP നെറ്റ്വർക്ക് ലെയർ. ഇപ്പൊ നെറ്റ്വർക്ക് ലെയർ ഇപ്പൊ നമുക്ക് എന്താണ്, എങ്ങനെ ഇന്റർനെറ്റ് കിട്ടുന്നു, എന്തിന്റെ ബേസിസിലാണ് നമുക്ക് നെറ്റ് കിട്ടുന്നത്, ഒരു നെറ്റ്വർക്ക് ലെയർ തന്നെ ഉണ്ട് നമുക്ക്. അപ്പൊ ആ ലെയറിൽ നടക്കുന്ന കംപ്ലീറ്റ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് 6 പഠിക്കാൻ പോകുന്നത്. ദെൻ യൂണിറ്റ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ട്രാൻസ്പോർട്ട് ലെയർ. നമുക്ക് UDP TCP മോഡൽസ് പഠിക്കാനുണ്ട്. അപ്പൊ ഈ മോഡൽസിലുള്ള കുറെ ലെയേഴ്സ് ആണ് ഈ നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ എന്നൊക്കെ ഉള്ളത്. ലെയേഴ്സിനും അതിൻ്റെതായ ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 7th മൊഡ്യൂളിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ, ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ലേ, ഒരു ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നടക്കുന്നത്, ഏതൊക്കെ ടെക്നോളജീസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് യൂണിറ്റ് 7 നമ്മൾ പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ കമ്പ്യൂട്ടിംഗിൽ വരുന്ന ഡാറ്റ ബേസ് മാനേജ്മെന്റ് ഇഷ്യൂ. ഓക്കെ. കംപ്ലീറ്റ് ഡാറ്റ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ ഡാറ്റ മാനേജ് ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂസ്, അതാണ് നമ്മൾ യൂണിറ്റ് 8 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ അഡോക് നെറ്റ്വർക്ക്സ്. ഈ അഡോക് നെറ്റ്വർക്ക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇൻട്രൊഡക്ഷൻ പാർട്ടും, അതേപോലെ കുറെ ക്ലാസിഫിക്കേഷൻ ആൻഡ് റൂട്ടിംഗ് അൽഗോരിതംസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ യൂണിറ്റ് 9 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 10 WLAN ആൻഡ് PAN പ്രോട്ടോകോൾസ്. ഓക്കെ. പാന് വാന് എന്തൊക്കെയാണ്, വൈഡ് ലാൻഡ് ഏരിയ നെറ്റ്വർക്ക്സ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്സ്, അങ്ങനെ ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് തന്നെ നമുക്ക് ഡിഫറെന്റ് ഉണ്ട്. ഓക്കെ. ആ ഓരോ ഡിഫറെന്റ് നെറ്റ്വർക്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു സിസ്റ്റം യൂണിറ്റിൽ പഠിക്കുന്നത്. ഈ ബ്ലൂടൂത്തിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഓക്കെ, ബ്ലൂടൂത്ത് വൈഫൈ ഒക്കെ എങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ പിന്നിലുള്ള ടെക്നോളജീസ് നമുക്ക് അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ ഇത് പഠിക്കുകയാണെങ്കിൽ യൂണിറ്റ് 10 നമുക്ക് സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ യൂണിറ്റ് 11 വെർച്വൽ ആൻഡ് ക്ലൗഡ് നെറ്റ്വർക്ക്സ് അല്ലെ. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ ക്ലൗഡ് നെറ്റ്വർക്ക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പൊ അതിന്റെയൊക്കെ ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 11 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 12 മൊബിലിറ്റി. ഞാൻ പറഞ്ഞു എബിലിറ്റി ടു മൂവ് ആണ് മൊബിലിറ്റി. അപ്പൊ മൊബിലിറ്റി, പോർട്ടബിലിറ്റി, റെപ്ലിക്കേഷൻ ആൻഡ് ക്ലസ്റ്ററിങ്. എന്താണ് റെപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ലേ. അപ്പൊ ഇതെങ്ങനെയാണ്, ക്ലസ്റ്ററിങ് എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് ഈ ഒരു മൊബൈൽ കമ്പ്യൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഉള്ള മൊബൈൽ ഡാറ്റ മാനേജ്മെന്റ് എങ്ങനെയാണ്, ഡാറ്റ റെപ്ലിക്കേഷൻ സ്കീം, അതായത് മൾട്ടിപ്പിൾ ഡാറ്റാസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എന്തൊക്കെ സ്കീംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് 12 പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ക്ലയന്റ് ആൻഡ് എന്റർപ്രൈസ് സെർവർ ബേസ്ഡ് ആർക്കിടെക്ചർ. ഇവിടെ നമ്മൾ ആർക്കിടെക്ചേഴ്സ് ആണ്, സ്മാർട്ട് ക്ലയന്റ് ആർക്കിടെക്ചർ, മൊബൈൽ ഡിവൈസ് സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനേജ്മെന്റ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. ദെൻ 14th മൊഡ്യൂൾ ആണ് മൊബൈൽ ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻസ്. നമ്മൾ കുറെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നില്ലേ, വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലേക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ള നെറ്റ് എങ്ങനെയാണ്, നെറ്റ് കണക്ഷൻസ് എങ്ങനെയാണ്, അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 14 പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 15 മൊബൈൽ ആപ്ലിക്കേഷൻ ലാംഗ്വേജ്. നമ്മൾ ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ട്, J2E, J2Me, ആൻഡ്രോയിഡ് അല്ലെ, ആൻഡ്രോയിഡ് ഫോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ. അതേപോലെ
പൈത്തൺ കേട്ടിട്ടുണ്ടോ? പൈത്തൺ ഒക്കെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോന്നും ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ മൊബൈൽ ആപ്ലിക്കേഷൻ ലാംഗ്വേജുകളുടെ ഒരു ബേസിക് ഐഡിയ ആണ് യൂണിറ്റ് 15 നമ്മൾ പഠിക്കുന്നത്. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ ആണ് മൊബൈൽ ഓപ്പറേഷൻ സിസ്റ്റം ആൻഡ് സിസ്റ്റം ഡെവലപ്മെന്റ് എൻവിയോൺമെന്റ്. ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ എൻവിയോൺമെന്റ്, ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ വേണം, കീ കൺസെപ്റ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നറിയോ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു യൂസറും സിസ്റ്റവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാന് ഒരു എനിക്ക് ഹിന്ദി ലാംഗ്വേജ് അറിയില്ല. ഞാൻ ഹിന്ദി സംസാരിക്കുന്ന ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കുക? ഇപ്പൊ ഞങ്ങൾക്കിടയിൽ ഒരു ട്രാൻസ്ലേറ്റർ വേണം. അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ പറയുന്ന ഒരു കാര്യം കമ്പ്യൂട്ടറിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ പറയുന്ന ഈ ഒരു മലയാളം ഓർ ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്താണ്, നമ്മളെ സിസ്റ്റത്തിന് അത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമ്മളെ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരാളാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് ഏതൊക്കെയാണ്, ഇത് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സ് കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 16 പഠിക്കുന്നത്. ഓക്കെ, ടോട്ടൽ നമുക്ക് 16 യൂണിറ്റ്സ് ആണുള്ളത്. 16 യൂണിറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ച് ടെൻഷൻ ഒന്നും ആവേണ്ട. നമുക്ക് എന്താണ്, എല്ലാം സിമ്പിൾ യൂണിറ്റ്സ് ആണ്. ത്തിൽ നമ്മൾ കവർ ചെയ്യുന്നത് സിമ്പിൾ ടോപ്പിക്സ് ആണ്. നമുക്ക് എന്താണ്, വരുന്ന ഓരോ വീഡിയോസിൽ നമുക്ക് ഓരോ യൂണിറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. ഓക്കെ, താങ്ക് യു.